യേശുദാസും ഞാനും കൂടെ ഒരു ഫ്ലൈറ്റിൽ മദ്രാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുസ്തകമുണ്ട്, സംഗീതത്തിനെ സംബന്ധിക്കുന്ന ഒരു വലിയ ബുക്ക്, തമിഴാണ് കംപ്ലീറ്റ്. പക്ഷേ അതിൽ സ്വരങ്ങൾ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഗീത സംബന്ധമായ എന്തോ ബുക്കാണ്. അദ്ദേഹം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്ക് എന്നോട് സംസാരിക്കുമ്പോൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ പറയുന്ന ഭാഷയാണ്. ചേട്ടനെങ്ങാടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എൻ്റെ മനസ്സിലപ്പോൾ ഇങ്ങനെ തോന്നി, ഇങ്ങേരി സംസ്കൃത പദങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്, മലയാളം അക്ഷരങ്ങൾ നല്ല സ്ഫുടമായിട്ട് ഉച്ചരിച്ചിട്ടുണ്ട് യേശുദാസ്. പക്ഷേ സാധാരണ സംസാരിക്കുമ്പോൾ കൊച്ചി ഭാഷ കലർന്നു വരുന്നു. അതിൻ്റെ രഹസ്യം എന്താണെന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ എനിക്കറിയാൻ പാടില്ല, എൻ്റെ തൊണ്ടയിൽ ആരോ കയറി നിന്ന് എന്തോ ചെയ്യുകയാണെന്ന്. അതാണ് സത്യം. നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോഴും നമ്മൾ സ്ക്രീനിൽ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും കുറച്ച് നേരത്തേക്ക് നമ്മൾ ശ്രീനിവാസനാണല്ലെങ്കിൽ തിലകനാണെന്ന് ഓർക്കുമെങ്കിൽ കൂടി നമ്മുടെ ഉള്ളിൽ മറ്റാരോ പ്രവേശിക്കുന്ന പോലെ തോന്നി നമ്മളെ മറക്കുന്നു. അത് സിനിമയിലാകുമ്പോൾ മുറിച്ചാണല്ലോ എടുക്കുക. നാടകത്തിലോ ഒറ്റ സ്ട്രെച്ചിന് പോകുന്നു, നമുക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ ആക്ഷൻ കണ്ടിന്യൂറ്റി. സിനിമയിലാകുമ്പോൾ ഇത് മുറിക്കുമ്പോൾ എങ്ങനെ അഭിനയിക്കുമെന്ന് പലരും ചോദിക്കും. എന്നോട് കൽപ്പന തന്നെ ചോദിച്ചിട്ടുണ്ട്. കുടുംബവിശേഷം എന്ന് പറയുന്ന ചിത്രത്തിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന കവിയൂർ പൊന്നമ്മ അവർ മരിച്ചു കിടക്കുന്നു. അൺഎക്സ്പെക്റ്റഡാണ്. അവർ ജീവനോടെ ഇരിക്കുന്ന വെച്ച് വന്നപ്പോൾ അവർ മരിച്ചു കിടക്കുന്നു. പെട്ടെന്ന് എനിക്ക് കരയാനല്ല തോന്നി, ഒരു ചിരിയാണ് തോന്നി. ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ തോന്നി. അങ്ങനെയെല്ലാം ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നവരെല്ലാം കരയുന്നുണ്ട്. എൻ്റെ മുഖത്ത് കരച്ചിലുമല്ല ചിരിയല്ല വേറെന്തോ ഭ്രാന്തമായ ഒരു എക്സ്പ്രഷനൊക്കെ അന്നേരം വന്നത്. അത് എങ്ങനെ വന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ യേശുദാസ് പറഞ്ഞ പോലെ ആരോ കയറി എന്തോ ചെയ്തതാണ്. പക്ഷേ അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് പിന്നൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ക്ലോസപ്പ് എടുക്കുകയാണ്. അപ്പോഴും അതേ പാവം തന്നെ വന്നു. കൽപ്പന ഒരിക്കൽ എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു ഇതിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞിട്ട്, അങ്കിളെ അതെങ്ങനെ വന്നെങ്കിലേ ആ ക്ലോസിൽ ആ എക്സ്പ്രഷൻ എങ്ങനെ അങ്കിൾ മെയിൻറ്റെയിൻ ചെയ്തു? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ മോളെ. അങ്ങനെ സംഭവിച്ചു. പിന്നെ ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് വിട്ട് നമ്മൾ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രീനിവാസനും തിലകനും വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോഴും കണ്ണുനീരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ ചിരിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുക, കാരണം നമ്മൾ ആ മൂഡിലാണ്. പെട്ടെന്ന് ഡയറക്ടർ പറയുന്നത് ചേട്ടാ റെഡിയാണ് ഒന്നിരിക്കാന്ന് പറഞ്ഞാൽ ഇരുന്നാൽ നമ്മൾ ആ കഥാപാത്രമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാൻ നോക്കില്ല. പുസ്തകങ്ങൾ ധാരാളം വായിച്ചിട്ടുണ്ടല്ലോ. ഏറ്റവും അഭിനയത്തെപ്പറ്റി തിലകന് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ള ആരുടെ പുസ്തകമാണ്? പോൾ മുനി എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ അഭിനയശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം, ചെറിയ പുസ്തകമാണ്. അത് കോട്ടയം വിദ്യാർത്ഥി മിത്രം ബുക്ക് സ്റ്റാളിൽ നിന്നാണ് അത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഞാൻ ചുമ്മാ ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചു. വേറെ അഭിനയത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ പിള്ള അങ്ങനെ ഉള്ള നടന്മാർ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ അഭിനയശാസ്ത്രം വായിച്ചപ്പോൾ പോൾ മുനിയുടെ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല സന്ദർഭങ്ങളും എന്നിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി സത്യസന്ധമെന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും. കാരണം ഞാൻ സ്റ്റേജിൽ അനുഭവിച്ചിട്ടുള്ള കുറേ അനുഭൂതികളും ചില ബുദ്ധിമുട്ടുകളും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഡയലോഗ് പറയാൻ വയ്യാതെ നമ്മൾ ഇമോഷണലായി പോകുന്ന സന്ദർഭമുണ്ട്. അതൊരു നടനെ സംബന്ധിച്ചുള്ള ഒരു പരാജയം എന്ന് തന്നെ പറയാം. കൺട്രോൾ വിട്ടുപോകും. പക്ഷേ നമ്മളൊരു മനുഷ്യൻ കൂടിയാണല്ലോ. അതുകൊണ്ട് ചില സമയത്ത് ഈ കഥാപാത്രം നമ്മളാണെന്ന് ധരിക്കുകയും അതിൽ നമ്മൾ വളരെയധികം എമോഷണലാകുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പോൾ മുനി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പോൾ മുനി എഴുതിയ ഈ അഭിനയശാസ്ത്രമാണ് യഥാർത്ഥ അഭിനയശാസ്ത്രം എന്നിപ്പോഴും ഞാൻ കരുതുന്നു. ശരി. ഈ അഭിനയിക്കുന്ന കഥാപാത്രം ഞാൻ തന്നെയാണ് എന്ന് തോന്നലിനപ്പുറത്ത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഓർമ്മയിലുള്ളത്? അതായത് നമ്മൾ ഒരു നാടകത്തിലോ അല്ലെങ്കിൽ ഒരു സ്ക്രീനിലോ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ആദ്യമായിട്ട് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ സംഭവിക്കുകയാണ് നാടകത്തിൽ നിന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളവിടെ കയറുമ്പോൾ തന്നെ സ്റ്റേജിലേക്ക് കയറുമോ അല്ലെങ്കിൽ കട്ടൻ ഉയരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റേജിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയും തിലകൻ അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന് പറയും. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു തിലകനെയും ശ്രീനിവാസനെയും മറക്കുന്നു. പിന്നെ കഥാപാത്രമാണ് അവരുടെ ഉള്ളിൽ. ഒരു കാരണവശാലും നമ്മുടെ പേര് അവരുടെ ഉള്ളിൽ നിൽക്കുന്നില്ല. അതൊരു പ്രത്യേക ഒരു പവറിൻ്റെ കഴിവാണ്.